ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. വേറെ ഒന്നുമില്ല, അതിൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ വൈറ്റ് പാച്ചസ് ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ആ സ്കിന്നിൻ്റെ പ്രോബ്ലത്തിന് ശേഷം അതൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ പണ്ടത്തെ പോലെ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പേടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വിചാരിച്ചു. ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. അപ്പോൾ ഡോക്ടർ മനസ്സല്ല വോക്കിങ്ങിന് പോയെന്ന് പറഞ്ഞത്. കുറച്ച് തിരക്കുണ്ട്, അത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കൂടെ അച്ചു ഐസുണ്ട്. ഒരു ലീവ് എടുത്തു. വോക്കിങ്ങിന് കാരണം അച്ഛത് എവിടെ ഇരുന്ന് ഫോൺ കളിക്കുകയാണ്. എൻ്റെ ഹൈസും ഉണ്ടല്ലോ, നല്ല പാട്ടൊക്കെ പാടില്ലേ? പാട്ട് പാടില്ലേ? പാട്ട് പാടും. മേലെ മേലെ മനം പാടും. മേലെ മേലെ വാനം വാനം മേലെ മഞ്ഞിൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹൈസുന് നല്ല ബോറടിച്ചു കേട്ടോ. അങ്ങനെ ഹൈസു തേരാപ്പാര നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അലമ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് തേരാപ്പാരയ്ക്ക് ശേഷം ആൾക്ക് വിശപ്പൊടുങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ആൾക്ക് നട്ട്സ് കൊടുത്ത് കൂടി ഞങ്ങളും കുറച്ച് രണ്ടെണ്ണമൊക്കെ അങ്ങോട്ട് കഴിച്ചു. ഇത് കഴിഞ്ഞ് പിന്നെയും കുറേ നേരത്തേക്ക് പോസ്റ്റായിരുന്നു കേട്ടോ. പോസ്റ്റാണ് ഇപ്പോൾ സംതിങ് 12:30 സംതിങ് ആയി. ഡോക്ടർ ഇപ്പോൾ 5ാമത്തെ നമ്പർ എന്തോ വിളിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ശോകം കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് കിട്ടിയ നമ്പർ 13. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ആണ്. കുറച്ച് പേഷ്യൻസ് ഉള്ളൂ, ബട്ട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ആണ്. കട്ട പോസ്റ്റ് നേരമായതുകൊണ്ട് തന്നെ ഹൈസുവിന് വിശപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാമഗ്രികളായിട്ട് ആൾക്ക് ജ്യൂസ് വേണമെന്ന്. അപ്പോൾ ഹൈസുവിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാമഗ്രികളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛൻ ജ്യൂസ് അടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഐ വിൽ ഷോ യു. ഈ ജ്യൂസർ വന്നിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് വിശക്കുമല്ലോ, പുറത്തുനിന്ന് വെള്ളമൊന്നും വാങ്ങിച്ചെടുക്കാതെ കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി ഇതിൽ ചാർജ് ഇട്ടതിന് ശേഷം ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൾക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ അച്ചു അടിച്ചുകൊണ്ടിരിക്കണേ. കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കേ. കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ബാക്കി ജ്യൂസ് വന്നത് ഞാനും കുറച്ച് കുടിച്ചു കേട്ടോ. നല്ലതായിരുന്നു. അങ്ങനെ 12 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെയും കുറേ നേരം പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ സ്പിറ്റിംഗ് സ്പേസിൽ പോയപ്പോൾ അവിടെ ഒരു ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളും കൂടി ഇരുന്ന് കണ്ടു. ലാലേട്ടൻ്റെ വിടവല്ലേ, ആരാ മിസ്സാക്കുക. സോ ഞങ്ങളും കുറേ നേരം കണ്ടു കേട്ടോ. അപ്പോഴത്തേക്കും 2 മണിയായി. ഹൈസുവിന് നല്ല വിശപ്പൊടിയും. കാരണം നട്ട്സിലും ജ്യൂസിലും ആൾ ഇത്ര നേരം പിടിച്ചു വന്നു. then ഞങ്ങൾക്കും ചെറുതായിട്ട് വിശപ്പൊടിയും കേട്ടോ. പിന്നെ ഡോക്ടറിന് ലഞ്ച് കഴിക്കാൻ പോയതുകൊണ്ട് തന്നെ ഞങ്ങളും ആ വഴിക്കാനെ നീങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് കഫേയിലോട്ട് പോകുന്ന പോക്കാണത്. സമയം ഇപ്പോൾ 2 മണി സംതിങ് ആയി. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹോസ്പിറ്റലിൻ്റെ തന്നെ കഫേയിൽ വന്നേക്കാം. ലെറ്റ്സ് ഈറ്റ്. കഫേ വന്നിട്ട് കാലിക്കറ്റ് കഫേ അങ്ങനെ എന്തോ ആയിരുന്നുണ്ടോ. നമ്മുടെ പാരഗണില്ലേ അതിൻ്റെ എന്തോ കണക്റ്റഡ് ആയിട്ട് നിന്നുണ്ട് കേട്ടോ. കാരണം സെയിം ബിരിയാണിയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ കിട്ടിയപ്പോൾ മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കുറേ നോക്കിയെങ്കിലും ലാസ്റ്റ് എല്ലാവരും പോലെ തന്നെ ബിരിയാണിയിൽ ഞങ്ങൾ വന്ന് എത്തി കേട്ടോ. അങ്ങനെ പിന്നെ അതിനു വേണ്ടിയായിരുന്നു വെയിറ്റിംഗ്. ബിരിയാണി വേണോ? അതാ തണുപ്പുണ്ടോ? ബിരിയാണി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അധികം സംസാരിക്കാൻ നിന്നില്ല. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൈയൊക്കെ കഴുകി അങ്ങനെ നടന്നപ്പോൾ ഹൈസൂഫ് പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു കേട്ടോ. ഒരു സ്പോണ്ടേനിയസ് ഫ്രണ്ട്ഷിപ്പായിരുന്നു അവിടെ ഉണ്ടായത്. ഒരു മെഡിക്കൽ പേര് മാത്യു. ഹിസ് മിസ്റ്റർ മാത്യു. പേരെന്താ? മാത്യു. പേരെന്താ? തൻ്റെ പേരെന്താ?
നിന്റെ പേര് മാത്യു എന്നാണോ? അങ്ങനെ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെ കുസൃതിയായി, വഴക്കായി. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി. ഞാൻ പിന്നെയും പോസ്റ്റായി കുറേ നേരത്തേക്ക് അങ്ങനെ നിന്നു. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ബുക്കിംഗ് എടുത്ത് ഓൾറെഡി 1 വീക്ക് മുമ്പേ എടുത്തവരെയാണ് ആദ്യം വിളിക്കുന്നത്. അതുകൊണ്ട് എത്രയും പോസ്റ്റ് സംഭവിച്ചത്. ഇനി അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കും. ടി വിയിൽ ഇപ്പോൾ രാവണപ്രഭു കഴിഞ്ഞ് ഇപ്പോൾ റിംഗ് മാസ്റ്റർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ എ ലോങ് പോസ്റ്റ് ഫൈനലി നമ്മൾ വിളിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ പോവാണ്. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മരുന്ന് വാങ്ങാൻ നിൽക്കുക. അച്ഛനെ മരുന്ന് വാങ്ങാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാനും ഹൈസും കൂടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ചുമ്മാ നടക്കാനായിട്ട്. ഇത്ര നേരം അവിടെ ഇരിപ്പല്ലായിരുന്നോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഉലാത്തി. അപ്പം ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു. അച്ഛൻ മരുന്ന് വാങ്ങാൻ നിൽക്കുക. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലിൻ്റെ തന്നെയാണ്. അപ്പോൾ ഒരു ക്രീമും വൈറ്റമിൻ ടാബ്ലറ്റുള്ള വൈറ്റമിൻ മരുന്നും പിന്നെ ഒരു ടാബ്ലറ്റ് ഇന്ന് കഴിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ 2 മാസത്തേക്ക് മരുന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്കിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജാനുവരി ഫെബ്രുവരിയൊക്കെ നല്ല അടിപൊളി വെയിലായിരിക്കും വരുന്നത്. ഇപ്പോഴും നല്ല ചൂടുണ്ട്. അപ്പോൾ സൺസ്ക്രീനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ പണി കിട്ടി പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ 2000-3000 ഒക്കെ പൈസ കളയേണ്ടി വരും. എനിക്കിപ്പോൾ ചെറിയ സ്പോട്ടൊക്കെ വന്ന് എനിക്ക് പേടിയായി പണ്ടത്തെ പോലെ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ വന്നത്. അന്ന് നന്നായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയി നോക്കുക. അത്രയും അഫക്റ്റഡ് ആയിരുന്നു എനിക്ക് സൺബേൺ. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ആയത്. അപ്പോൾ അതുപോലും സംഭവിക്കാതിരിക്കട്ടെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പുറത്തേക്ക് കിടക്കും ചേട്ടന്മാർ. അപ്പോൾ ഇവിടെ തുഴയുണ്ട്. പൈസനോട് വരണ്ടോന്നൊക്കെ ചോദിക്കണവർ. അപ്പോൾ അവർ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇത് കഴിഞ്ഞ് ഒരു പർച്ചേസ് ഉണ്ട്. അത് എല്ലാം കൂടി ഒരു വ്ളോഗ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് കാണാം. സോ സ്റ്റേ ട്യൂൺ. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ആൻഡ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു.